അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഫോട്ടോ കണ്ടാണ് നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ചില സ്ഥാനാർത്ഥികളൊക്കെയും കണ്ണ മക്ബറയ്ക്കൊക്കെ പോയി ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പറന്നങ്ങൾ പാപ്പാൻ്റെ മക്ബറയിലും പോയിട്ട് ബർക്കത്തെടുക്കുകയാണ്. ആരെ പറ്റിക്കാൻ? സുന്നികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവർ രാഷ്ട്രീയത്തിന് ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് പലതും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും മന്ത്രിമാരൊക്കെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ആരെങ്കിലും അടുത്തേക്ക് വർക്കത്തിനോ അല്ലാതെയോ ഒക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നഖശികാന്തം എതിർക്കുന്ന ആളാണ് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ. ആ രാഷ്ട്രീയക്കാരൻ മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടോക്കി. ആനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോൾ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. ഏതോ ഒരു മന്ത്രി ഏതോ ഒരു ആൾ ദൈവത്തിനെ പോയി കെട്ടിപ്പിടിച്ചോട്ടെ, ഉമ്മച്ചോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നത്. ഷാജി കെ വയനാട് എന്ന് പറയുന്ന ഇഞ്ചി ആ കൂട്ടർ വേറെ ചിലതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ മക്ബറയിൽ പോയിട്ട് തുണിയിരിക്കുമ്പോൾ അത് വലിയ തെറ്റാണ്, ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ ചില വഹാബി പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ശക്തമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി അവൻ്റെ ആ ഷിർക്കൊക്കെയാണ് മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്പറന്നങ്ങൾ പാപ്പാൻ്റെ തൽക്കാമ്പരത്ത് നിന്ന് ദ്വാരക്കുന്നു എന്ന് കേട്ടോക്കി. رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل وسلم തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ മക്ബറയിൽ പോയി തുണി വിരിക്കുന്നതും ദ്വാരിക്കുന്നതും തവസ്സുൽ ചെയ്യുന്നതും തബറക്കെടുക്കുന്നതും ഷിർക്കാണെന്ന് ഘോരഘോരം പ്രസംഗിച്ച ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഖബർ ഏത്, റോഡിൽ അമ്പ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ എല്ലായിടത്തും ചെന്ന് ദ്വാരിക്കും. ഇവൻ്റെയൊക്കെ മുൻഗാമികളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണേത്ത് ഉസ്താദ് കെട്ടിവെച്ച കാശ് കൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നതെന്ന് പറയുകയും എൻ്റെ ശരീരത്തിൽ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കത് ചിലവാക്കുമെന്ന് പറയുന്നവരും ഇലക്ഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ അമ്പിൽ പോലും ചിറ്റത്ത് നിന്ന് വരക്കും അടുത്തുനിന്ന് കണ്ട്. അത് മക്ബറല്ല, അത് അമ്പാണ്, ഇങ്ങോട്ട് പോകുന്നൊക്കെയെന്ന് പറഞ്ഞ് സാഹിബേ പോന്നാളെന്ന് പറയുമ്പോഴാണ് ഇത് മക്ബറല്ല അമ്പാന്ന് മനസ്സിലാക്കാറുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ രാഷ്ട്രീയക്കാരൻ്റെ ആദർശം എന്ന് പറയുന്നത്. ഘോരഘോരം അവൻ പ്രസംഗിക്കും, ഇലക്ഷൻ വരുമ്പോൾ എങ്ങോട്ടും പോകും, ഏത് മക്ബറയ്ക്കും പോകും. ഏതെങ്കിലുമൊക്കെ മഹാന്മാരടുത്ത് ചെന്നിട്ട് എനിക്ക് വോട്ട് വേണം എന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഉസ്താദ്മാർ സ്ഥാപനം നടത്തുന്നവരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ എ പി ഉസ്താദിൻ്റെ അതുപോലെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഒക്കെ സമീപത്തൊക്കെ ചെന്നേക്കും. അതിനേക്കാൾ ഉപരി അതൊന്നും അവർ പിന്നെ ഷിർക്ക് പരസ്യമായി പറഞ്ഞിട്ടില്ല. ഈ പോയ ആൾ മമ്പറന്നങ്ങൾ പാപ്പാനെ തൽക്കാപ്പുറത്ത് നിന്നുണ്ടെങ്കിൽ അവിടെ യാറും മൂടിയിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കാണെന്ന് വളരെ പരസ്യമായി പറഞ്ഞിരുന്ന ആളാണ്. ഇനി ആളെ പ്രസംഗത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വലുതൊക്കെ കിട്ടിയിട്ടുണ്ടാകും. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാക്കിതാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച യാതൊരു ഉളുപ്പുമില്ലാതെ ഷിർക്കും തൗഹീദും ഒന്നുമില്ലാതെ എല്ലായിടത്തും പാടി നിൽക്കുക. ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ കപട മുഖം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി വിട്ടുള്ളൂ. എനിക്ക് അടുത്ത് വരുന്ന പ്രസ്ഥാനങ്ങളോട് പ്രത്യേകിച്ചൊരു അനുകമ്പയില്ല, പ്രത്യേകിച്ചൊരു വിരോധമില്ല. അതേസമയത്ത് ഇജാതി പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളും അതും ശ്രദ്ധിക്കും, അത്രമാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഷാജിയുടെ മുരീദന്മാർ നമ്മളെ നെഞ്ഞത്തേക്ക് പൊങ്കാലിട്ടിട്ട് ഒരു കാര്യമില്ലേനും പറയാനുള്ളത് പറയുന്നേ ചെയ്യും.